പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം തന്ന് ഞങ്ങളെ പരിപാലിച്ച് ഈ രാത്രിയുടെ ഈ യാമം വരെ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കൃപയിൽ നടത്തിയതിനെ ഓർത്ത് സ്തുതിക്കുന്നപ്പ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരപാനീയങ്ങളും ഭൗതികമായ എല്ലാ നന്മകളും തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായും നന്ദി പറയുന്നു കർത്താവേ. ആത്മീയമായി അവിടുത്തെ പക്കൽ കൂടുതൽ അടുത്തു വരുവാൻ അടിയനെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു നാഥ. ഈ രാത്രിയുടെ യാമം വരെയും ദൈവ സംരക്ഷണത്താൽ നടത്തിയതിനും നന്ദി പറയുന്നു. ഇപ്പോൾ ഉറങ്ങാൻ പോകുന്നപ്പ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു ദുർസ്വപ്നങ്ങൾ കാണാൻ ഇടവരുത്തരുതേ നാഥ. ഒരു അന്ധകാര ശക്തികളോ പൈശാചിക തന്ത്രങ്ങളോ ഞങ്ങളുടെ അടുക്കൽ കൂടുവാൻ ഇടവരാതെ വണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കാവൽ മാലാഖമാരാൽ കാത്തുകൊള്ളണമേ. ഒരു കള്ളന്മാരും ഒരു അക്രമികളും വിഷജന്തുക്കളും പ്രാണികളും ഞങ്ങളുടെ പക്കൽ കടന്നു വരുവാനോ നോട്ടം വയ്ക്കുവാനോ ഇടവരാതെ ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ. ഈ രാത്രിയിൽ നിയോഗത്തോടെ 3 വചനം വായിക്കാം. ഇപ്പോൾ എടുത്ത വചനഭാഗം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും 11-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വാക്യങ്ങൾ വായിക്കാം. മഹത്തായ ശക്തി അവിടത്തേക്ക് അധീനമാണ്. അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും? ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമം പോലെയുമാണ്. എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ. മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. ആമേൻ. ഈ വചനഭാഗം ഒന്ന് നന്നായിട്ട് മനസ്സിരുത്തി ഈശോയോടൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കേണ്ടത്. കിടക്കുന്നതിന് ചുറ്റും, കിടക്കയുടെ 4 ചുറ്റും കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മുടെ നെറ്റിത്തടത്തിൽ 3 തവണ കുരിശ് വരച്ച് യൂദന്മാരുടെ രാജാവായ നസ്രയേൽക്കാരനായ ഈശോയെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥന പറയണം. അപ്പോൾ ഈശോ നമുക്ക് നല്ല നിദ്ര തരും. രാവിലെ ഉണരുമ്പോൾ ഒരു നിമിഷം ഈശോയുടെ സന്നിധിയിലായിരുന്നു നമ്മുടെ മനസ്സും ശരീരവും ഏകാഗ്രത ഹൃദയത്തോടെ ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് വേണം നാം ഉണരേണ്ടതും ജോലി തുടരേണ്ടത്. എവിടെ പോകണമെങ്കിലും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട്, ഈശോയെ, ഞങ്ങൾ ഇന്ന ആവശ്യത്തിനായി പോകുന്നു, ഈശോനാഥൻ ഞങ്ങളോടൊപ്പം കൂടെ ആയിരിക്കണമേ എന്ന് നമ്മളെപ്പോഴും ഈശോയോട് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു മാർഗ തടസ്സവും വരികയില്ല. യേശുവിൻ്റെ നാമം നമ്മെ എല്ലാവരെയും രക്ഷിക്കട്ടെ. ആമേൻ.